VD പക്ഷവുമായി ധാരണയ്ക്ക് ശ്രമിച്ച ചെന്നിത്തല വിഭാഗം എന്നൊരു വാർത്ത കൂടി വരുന്നു. KC വേണുഗോപാലിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചിട്ടുണ്ട്. VD സതീശൻ പിന്മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെന്നിത്തല വിഭാഗം. KC വേണുഗോപാലിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ മറ്റൊരു നീക്കത്തിനു കൂടി കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ RC VD പക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ഒപ്പം KC പക്ഷം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? റോഷിപാൽ അവിടെ ഒരു മത്സരത്തിന് കളമൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 40-45ഓളം MLA-മാരുടെ കൂറ് KC പക്ഷത്തോടൊപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് RC VD പക്ഷങ്ങൾ ഒരു നീക്കം നടത്തുകയാണോ? അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം നിലവിലെ MLA-മാരുടെ പിന്തുണ പരിശോധിക്കുമ്പോൾ AICC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് തന്നെയാണ് ഭൂരിപക്ഷം. ഏതാണ്ട് 45 പേരെങ്കിലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. 63 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് ഭൂരിഭാഗം MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് ലഭിച്ചാൽ സ്വാഭാവികമായും CLP ലീഡറായി KC വേണുഗോപാൽ വരാൻ സാധ്യതയുണ്ട്. ഈ നിർണായക ഘട്ടത്തിലാണ് ചില അണിയറ നീക്കങ്ങൾ സജീവമായി തുടരുന്നത്. രമേശ് ചെന്നിത്തല വിഭാഗം VD സതീശൻ പക്ഷവുമായി കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന ഏറ്റവും നിർണായക വിവരങ്ങളാണ്. KC വേണുഗോപാലിനെതിരെ ഒരുമിച്ച് നീങ്ങണം എന്ന ഒരു ആവശ്യം അവിടെ ഉയർന്നു വന്നു. ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം. ഇപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗം പ്രതീക്ഷിക്കുന്നത് VD സതീശൻ പിൻവാങ്ങുമെന്നാണ്. കാരണം നിലവിൽ ഏതാണ്ട് 5 MLA-മാരുടെ പിന്തുണ മാത്രമാണ് VD സതീശന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് രഹസ്യ സ്വഭാവത്തിൽ അഭിപ്രായം തേടുന്നുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിക്കൂ എന്നും കണക്കൂട്ടുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഏതാണ്ട് രമേശ് ചെന്നിത്തലയാണെങ്കിൽ 25 MLA-മാരുടെയെങ്കിലും പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും KC വേണുഗോപാലിന് പിന്തുണ കുറയാൻ സാധ്യതയുണ്ട് എന്നൊരു കണക്കുകൂട്ടൽ VD സതീശൻ വിഭാഗത്തിനും രമേശ് ചെന്നിത്തല വിഭാഗത്തിനുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഒരു നിർണായക നീക്കം ഇപ്പോൾ നടത്തുന്നത്. VD സതീശൻ പിൻവാങ്ങുമെന്ന പ്രതീക്ഷ രമേശ് ചെന്നിത്തല വിഭാഗത്തിനുണ്ട്. ഏതായാലും ഇത് ഏറ്റവും പ്രധാന നീക്കമാണ്. ഏതായാലും നിലവിൽ 3 പേരും ഒരുമിച്ച് അവരെ അനുകൂലിക്കുന്നവരടക്കം ഒരേപോലെ തന്നെ ഇപ്പോൾ നിരീക്ഷകർ എത്തുകയാണ്. മുഗൾ വാസ്നിക്കും ഒപ്പം അജയ് മാക്കനും ഇപ്പോൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേരുന്നു.